ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഡ്രൈവർ ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഗായ്സ്, ഇത് ഞങ്ങളുടെ ഡേ 2 ആണ്. ഞങ്ങൾ ബാട്ടു കേവ്സിൽ പോവാണ്. അപ്പോൾ നമുക്ക് ബാട്ടു കേവിൽ വെച്ച് കാണാം. ബൈ. ഇതാണ് കേട്ടോ ബാട്ടു കേവ്. മലേഷ്യയിലെ തന്നെ ഒരു ഐക്കോണിക് ടൂറിസ്റ്റ് സ്പോട്ടാണ് ബാട്ടു കേവ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇത് നമ്മുടെ കോലാലംപൂറിന്റെ ഔട്ട് സൈഡിലാട്ടോ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് 42 മീറ്റർ പൊക്കമുള്ള നമ്മുടെ മുരുകന്റെ ഈ സ്റ്റാച്ചു ആണ് കേട്ടോ. 272 കളർഫുൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് പോകാനായിട്ട്. ഇവിടെ വരുന്ന സ്ത്രീകള് മുട്ടിന്റെ അവിടം വരെ നമുക്ക് ഇറക്കമുള്ള ഡ്രസ്സാട്ടോ ധരിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് താഴത്ത് റെന്റിന് നമുക്ക് അവർ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആണുങ്ങൾക്കാണെങ്കിൽ ലോങ് പാൻറ്റും ഷർട്ടും ആട്ടോ നല്ലത്. 2018 ഈ 272 സ്റ്റെപ്പും ഇവർ റെയിൻബോ കളറിൽ പെയിന്റ് ചെയ്തത്. വേൾഡിലെ തന്നെ ടോളസ്റ്റ് ലോർഡ് മുരുകന്റെ സ്റ്റാച്ചു ആണ് കേട്ടോ ഇത്. ഗൈസ്, ഇതാണ് ബാട്ടു കേവിന്റെ ഉള്ളിൽ. ഏകദേശം ഒരു 400ഓളം വർഷം പഴക്കമുള്ള ഒരു കേവ് ആട്ടോ നമ്മൾ കാണുന്നത്. ഇതിനെ ടെമ്പിൾ കേവ് എന്നും കാത്തഡ്രൽ കേവ് എന്നും അറിയപ്പെടും. ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം കാണുന്ന അമ്പലം. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതും അതുപോലെ കുറച്ച് കുരങ്ങന്മാരെ കണ്ട് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. മലേഷ്യ വന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് ആട്ടോ ബാട്ടു കേവ്സ്. താഴത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് മനസ്സിനൊരു റിലാക്സ് ആയിട്ടാട്ടോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ജെൻഡിങ് ഹൈലൻഡ് ആണ് കേട്ടോ. അവിടെ എത്താൻ ഒരു 31 മിനിറ്റ് ഉണ്ട്. അത്ര നേരം നമ്മൾ കാറി പോസ്റ്റാണ്. ജെൻഡിങ് ഹൈലോട്ട് പോണ വഴി ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വഴിയാട്ടോ. ചുറ്റും നല്ല മരങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുന്നൊരു വഴിയായിരുന്നു അത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ഇതേ നോക്കിയപ്പോഴത്തേ കോട. നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെ എത്തിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക്. നല്ല കോടയും അതുപോലെ ചെറിയ ഒരു മഴ പൊടിയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ദൈവമേ മഴ പൊടിഞ്ഞു കഴിഞ്ഞാൽ കുളമാകുമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പും അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ജെൻഡിങ് ഹൈലൻഡിലേക്ക് എത്തി. എൻട്രൻസിൻ്റെ അവിടെയാണ്. സോ കാറിൽ ട്രിപ്പ് അടിപൊളിയായിരുന്നു. വഴിയിൽ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നല്ല റൈഡായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കോടയൊക്കെ ആയിട്ട് മൂടിയിരിക്കുന്ന നല്ല രസമായിരുന്നു കാണാനായിട്ട്. സോ ഞങ്ങളിപ്പോൾ ജെൻഡിങ് ഹൈലൻഡിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി അകത്തെത്തിയിട്ട് കാണാം. ഗൈസ്, ഇതാണ് നമ്മൾ കേബിൾ കാറാണ് കിടക്കുന്നത്. ആ കേബിൾ കാറിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോകട്ടോ. ഇതിൽ കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാൻ മലമ്പുഴയിൽ കേബിൾ കാർ കയറിയതാട്ടോ എനിക്കത് ഓർമ്മ വന്നത്. ചെറിയൊരു ആട്ടമുണ്ട്. സ്റ്റക്കൊന്നുമില്ല, പൊങ്ങുക.
ഗൈസ് ഇവിടെ നല്ല കോടയാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. പുറകിലൊക്കെ നല്ല കോടയാണ്, സ്മോക്കി എഫക്റ്റ് ആണ് ഇവിടെ ഫുള്ള്. നല്ല കാറ്റ്, നല്ല നല്ല തണുപ്പുണ്ട്. മലേഷ്യയിലെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ജെൻഡിങ് ഹൈലൻഡ്. ഇവിടെ നമുക്ക് തീം പാർക്ക്, ഷോപ്പിങ്ങിന്, അതുപോലെ അമേസിങ് വ്യൂസിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ജെൻഡിങ് ഹൈലൻഡ്. ഇവിടെ ഗെയിംസിനൊക്കെ നമ്മൾ 10 റിങ്കറ്റ് കൊടുത്താൽ നമുക്ക് ഇതുപോലെ കളിക്കാട്ടതിനകത്ത്. ജെൻഡിങ് ഹൈലാൻഡ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് 1800 മീറ്റർ എബവ് സീ ലെവൽ ആട്ടോ. കോലാലംപൂരിൽ നിന്ന് ആകെ ഒരു 10-35 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ജെൻഡിങ് ഹൈലൻഡിലോട്ട്. 1960s താൻ ശ്രീ ലിംഖോത്തോങ് എന്ന് പറഞ്ഞൊരാള്, അയാൾക്ക് അന്നൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നി ആകാശത്ത് റിസോർട്ട് പണിയണമെന്ന്. അങ്ങനെയാണ് ഈ ജെൻഡിങ് ഹൈലൻഡ് ഉണ്ടായത്. ജെൻഡിങ് ഹൈലൻഡിൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്കൈ വേൾഡ് തീം പാർക്ക് ആട്ടോ. നമ്മുടെ നാട്ടിലെ വണ്ടർല പോലെയാണ് അവിടുത്തെ സ്കൈ വേൾഡ് തീം പാർക്ക്. അതുപോലെ നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിനും ഡൈനിങ് പാരഡൈസ് എന്നൊക്കെ പറയാൻ പറ്റിയ പോലെ ഒരു സ്കൈ അവന്യൂ മാള്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് കാസിനോസ് ആട്ടോ. അതൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. പിന്നെ ഈ ജെൻഡിങ് കാസിനോയിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് ലീഗലായിട്ടുള്ള പാസ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് വേണം കേട്ടോ പോകാൻ. ഗൈസ് ഞാൻ ഇതിനകത്ത് കയറാൻ പോണ് ഗൈസ്, കയറിയിട്ട് വരാം. ജീവനോട് ഉണ്ടെങ്കിൽ കാണാം. ബൈ. ഞങ്ങൾ ഇതുപോലെ റൈഡിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന സമയത്താട്ടോ ഒരു പാവം പിടിച്ച ചേട്ടൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ടിക്കറ്റ് തന്നത്. സോ ഗൈസ് ഞങ്ങൾ റൈഡിൽ കയറാൻ പോവാണ്. ഞങ്ങൾക്ക് മറ്റേ ഇതുണ്ട്, സോ കയറിയിട്ട് വരാം. ഇത് അതിൻ്റെ ഉള്ളിലൊരു ക്യൂട്ട് കടയായിരുന്നു കേട്ടോ. കുറേ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല, നമ്മളതൊക്കെ കണ്ടങ്ങട് സംതൃപ്തിയാണല്ലോ. അവരവരുടെ ഭാഷയിൽ വെൽക്കം ചെയ്താട്ടോ നിങ്ങൾ കേട്ടത്. പിന്നെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവാട്ടോ. തിരിച്ചു പോകുന്നപ്പോഴത്തേക്കും മഴയ്ക്കൊക്കെ ഒരു ശാന്തം ഉണ്ടായിരുന്നു. സ്കൈ കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു. വന്നപ്പോൾ ഫുൾ മഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. നമ്മുടെ അടുത്ത സ്പോട്ടാണ് ചിൻസ്വി കേവ്സ്. ഇത് ജെൻഡിങ് ഹൈലൻഡിൽ താഴത്തുള്ള സ്റ്റോപ്പാണ് കേട്ടോ. കേബിൾ കാറിൽ അവർ തന്നെ നമ്മളോട് കൊണ്ടുവരാണ് ചിൻസ്വി ടെമ്പിൾ. ഈ ചിൻസ്വി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ 4600 ഫീറ്റ് എബോവ് സീ ലെവലിലാട്ടോ ഇത് ഉള്ളത്. അതുപോലെ തന്നെ നല്ല രസമാണ്, ഒരു തണുപ്പും അതുപോലെ തന്നെ നല്ലൊരു പനോരമിക് വ്യൂ ആണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത്. ജെൻഡിങ് ഹൈലൻഡ് ഉണ്ടാക്കിയ എനിക്ക് പറയാൻ പറ്റാത്തൊരു പേര് ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരൻ തന്നെയാട്ടോ ഇതും ഉണ്ടാക്കിയത്. 18 വർഷം എടുത്തിട്ടോ ഈ ഒരു ബിൽഡിംഗ് ഇതുപോലെ പണിതെടുക്കാൻ വേണ്ടി. ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ അമ്പലം ഉള്ളത്. അപ്പോൾ മിഷനറിയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ച് പണിയെടുക്കാനായിട്ട് കുറച്ച് പാടാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ചിൻസ്വി ടെമ്പിളിൽ അവസാനിപ്പിച്ചു കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ 3 ആണ്. ഇന്ന് ഞങ്ങൾ ചൈന ടൗണിലൊക്കെ പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ കുറച്ച് മോണുമെന്റ്സിലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് കിങ് പാലസ് ആണ് കേട്ടോ.
ഇസ്താന നെഗര എന്നും ഇതിനെ അറിയപ്പെടും. ഈ പാലസ് ഒരു 97 ഹെക്ടർ ലാൻഡും അതുപോലെ 22 ഡോമും ആണ് കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത്. ഇതിനകത്ത് എപ്പോഴും ഒരു ഗാർഡ് ഉണ്ടാവും. ഡെസ്റ്റിനേഷൻ 2 ഹിസ്റ്റോറിക് പ്ലേസ് ആയ നാഷണൽ മോണുമെന്റ് ഓഫ് മലേഷ്യ ആണ് കേട്ടോ. ഇതിന് തുഗു നെഗേര എന്നും പറയും. നാഷണൽ മോണുമെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലേക്ക് ഗാർഡൻസും പാർലമെന്റ് ബിൽഡിങ്ങിന്റെ അടുത്താണ് കേട്ടോ. മലേഷ്യയിൽ സ്വാതന്ത്ര്യ സമയത്ത് അവിടെ മരിച്ച സോൾജേഴ്സിന് വേണ്ടി അവർക്കൊരു ഹോണറിന് വേണ്ടിയാട്ടോ ഇവിടെ ഇങ്ങനെ ഒരു മോണുമെന്റ് പണിതേക്കുന്നത്. ബ്രോൺസിന്റെ 15 മീറ്റർ ഉയരത്തിലുള്ള പ്രതിമയാണ് കേട്ടോ ഇത്. 7 സോൾജേഴ്സ് ആട്ടോ നമുക്ക് ഈ പ്രതിമയെ കാണാൻ പറ്റുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലീഡർഷിപ്പ്, സ്ട്രെങ്ത്, യൂണിറ്റി ആൻഡ് സാക്രിഫൈസ് ആണ്. നടുക്കത്തെ ആള് മലേഷ്യയിലെ ഫ്ലാഗ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അത് അവരുടെ വിക്ടറിയെയും ഇൻഡിപെൻഡൻസിനെയും സൂചിപ്പിക്കുന്നു. ഡെസ്റ്റിനേഷൻ 3 ഫ്രീഡം സ്ക്വയർ ആണ്. മലേഷ്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇവർ ആദ്യമായിട്ട് ഫ്ലാഗ് ഉയർത്തിയത് ഇവിടെയാണ്. 1957 ഓഗസ്റ്റ് 31 ഇവർ ആദ്യമായിട്ട് ഇവിടെ ഫ്ലാഗ് ഉയർത്തിയത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 95 മീറ്റർ ടോൾ ഫ്ലാഗ് പോൾ ആണ് ഇവിടെ ഉള്ളത്. അത് വേൾഡിലെ തന്നെ ടോളസ്റ്റ് വൺ ആണ്. പിന്നെ ഞങ്ങൾ പോയത് പെട്രോണസ് ട്വിൻ ടവറിലാട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. 452 മീറ്റർ ഉയരാട്ടോ ഈ പെട്രോണസ് ട്വിൻ ടവർ. 1998 തൊട്ട് 2004 വരെ ഇതായിരുന്നു ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ആ ബ്രിഡ്ജാണ് കേട്ടോ. 41ാം നിലയിൽ നിന്ന് 42ാം നിലയിലോട്ടാട്ടോ ഈ സ്കൈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. ദുബായിൽ ബൂർജ് ഖലീഫ ആണെങ്കിൽ ഇവിടുത്തെ താരം ഈ ട്വിൻ ടവറാണ്. ഗൈസ്, ഞങ്ങൾ KL ടവറിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് KL ടവറിലാട്ടോ. 421 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഹൈറ്റ്. അതും ലോകത്തിൽ തന്നെ 7ാമത്തെ ടോളസ്റ്റ് ടവറിൻ്റെ പൊക്കത്താണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1995 കേട്ടോ ഇത് പണി കഴിഞ്ഞത്. മലേഷ്യയിലെ തന്നെ ഒരു ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് KL ടവർ. ഗൈസ്, ഇതാണ് ഇതിൻ്റെ പൊക്കത്ത്. ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ടോ ഇതിൻ്റെ ബാക്കിൽ നമുക്കിവിടെ പെട്രോണസ് ട്വിൻ ടവറൊക്കെ കാണാം. ഇതിൻ്റെ പൊക്കത്ത് നിന്ന് നമുക്ക് മലേഷ്യ മൊത്തം കാണാം കേട്ടോ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ ഈ സ്കൈ ഡെക്ക്. കുറച്ച് പേടിയാണെങ്കിൽ നമുക്ക് അടിപൊളി ഫോട്ടോസ് നമുക്ക് കിട്ടിട്ടോ. ഇപ്പം നമ്മൾ ഒബ്സർവേറ്ററി ഡെസ്കാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ബൈനോക്കുലർ നോക്കുന്നത് പുറത്തുള്ളതൊക്കെ നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. ഈ മലേഷ്യയുടെ എവിടെ നിന്നാണ് നമുക്ക് ഈ ട്വിൻ ടവർ കാണാൻ പറ്റും. നമ്മുടെ അവസാനത്തെ ലൊക്കേഷൻ ചൈന ടൗൺ ആണ് കേട്ടോ. ഹലോ ഗായ്സ്, ദിസ് ഈസ് ചൈന ടൗൺ. നമുക്കിനി ചൈന ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മുടെ ബ്രോഡ്വേ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് ജ്യൂസും ഷേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. നമുക്ക് അടുത്ത ദിവസം കാണാവേ. ഇത് എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ മലേഷ്യ കേട്ടോ. അപ്പോൾ ഇവരെ വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം അല്ലേ. ഞാനിത് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേരിനോട് ചോദിച്ചു പേടിയാവില്ലെന്ന്. ഇതാട്ടോ റിയാലിറ്റി.
ട്വിൻ ടവറിൻ്റെ അടുത്ത് വന്നിട്ട് സലോമ ബ്രിഡ്ജ് കാണാണ്ട് പോണത് മോശമല്ലേ? ട്വിൻ ടവറിന് നടക്കാവുന്ന ദൂരം കേട്ടോ സലോമ ബ്രിഡ്ജിലോട്ടുള്ളൂ. സലോമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോണസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് സലോമ ബ്രിഡ്ജ്. 2020 ഫെബ്രുവരിയിലാട്ടോ ഇത് ഒഫീഷ്യലി ഓപ്പൺ ആയത്. സിറി ജുങ്ജുങ് എന്ന് പറയുന്ന ഒരു ഇലയുടെ ഷേപ്പാണ് കേട്ടോ ഇത് പണിതേക്കണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ ട്വിൻ ടവറിന്റെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായ മലേഷ്യയുടെ അവസാന ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഞങ്ങൾ അവസാന ദിവസങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ നേരം ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിലും അതുപോലെ സലോമ ബ്രിഡ്ജിലും അവിടെയൊക്കെയാണ് നടക്കാനൊക്കെ നല്ല രസമായിരുന്നു. ചെറിയ മഴയൊക്കെ പൊടിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് കയറിയത്. ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻ ആട്ടോ ഞങ്ങളുടെ ഏജൻസി. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഹസിലൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സമയത്ത് ക്യാബ് വരും, അതുപോലെ എല്ലാ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ഫോണിൽ അയച്ചു തരും. അതുപോലെ ഈ ചേട്ടൻ്റെ പേര് സുഗുന്നാട്ടോ, ഞങ്ങൾ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ലൊക്കേഷനൊക്കെ എത്തുമ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ തരുമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.